ഇനി നിങ്ങൾക്ക് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇയാൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു, പേരോട് ഓതിയ രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓതിയ രൂപം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫൈൻ തിബിനലക്കും എന്ന് 2 പ്രാവശ്യം ഓതി. ശേഷം എന്താണെന്നൊരു സംശയം വന്നിട്ട് മറ്റൊരാൾ മിൻസെയ്യുന്നാണോ ചോദിക്കലോതല. ഫകുലു അനിയമരിയാന്ന് ഞാൻ എന്തായില്ല അതിനോട് ചേർത്തിട്ട് ഓതിയിട്ടില്ല. മറിച്ച് ഞാൻ അതിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ ഫകുലു അനിയമരിയാന്നുള്ള ഓതിയിട്ടുണ്ട്. അത് സാധാരണ ആയത്തിന്റെ കഷ്ണം ഓതലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം കേൾപ്പിക്കുന്നുണ്ട്, തെളിവും പറയുന്നത്. ഇനി അങ്ങനെ മൗലവി അവിടെ ന്യായീകരണം പറയാൻ വേണ്ടി ഞാൻ ഓതിയ രൂപത്തിൽ ഞാൻ ചോദിച്ചെന്നിട്ട് ഉരുളുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അയാളെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിക്കാൻ പോവാൻ. എന്താ പറയുന്നത് അറിയോ? ഫൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കുകയാണ് ചെയ്തത് എന്ന് അയാൾ തന്നെ പറയുന്നതാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അല്ലാതെ ഞാൻ ഫൈൻ തിബിനലക്കും മിൻസെയ്യിൻ ഫകുലു അനിയം മരിയാന്ന് ഒന്നായിട്ട് ഓതിയിട്ടില്ല. ഫൈൻ തിബിനലക്കും എന്ന് ഓതിയതിനു ശേഷം സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കുകയാണ് ചെയ്തത് എന്ന് അയാളെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാൻ. ഫൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ? ഫൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ? കേട്ടോ, ഇതാണ്ടായത് കൊണ്ട് തന്നെ പറയിച്ചു. ഞാനല്ല അള്ള പറയിക്കാനേ. അയാൾ എന്നെ പറഞ്ഞു ഫൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അങ്ങനല്ലേ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ അതും കള്ളത്തരാട്ടോ, അങ്ങനല്ല. ഫൈൻ തിബിനലക്കും 2 പ്രാവശ്യം ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം മീൻ ചെയ്യുന്നാണോ എന്ന് ചോദിച്ചതാ. ഇതാ ഉണ്ടായത്. സത്യം ഞാൻ പറഞ്ഞതാ, അയാൾ അതും കള്ളത്തരാ. എന്നാൽ ഇയാൾ ഇപ്പൊ പറയുന്നത് വന്നിട്ട് ഫൈൻ തിബിനലക്കും ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ. ഇപ്പൊ മനസ്സിലായത് മൂപ്പർക്ക്. ഉത്തരം കിട്ടിയപ്പോഴാ മനസ്സിലായത്. അതാ എനിക്ക് കേൾക്കാൻ പോകുന്നത്. എന്ത് കൈകടിക്കുന്നത്? ഫൈൻ തിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ചോദിച്ചാൽ ഞാൻ ചോദിക്കേണ്ടയില്ലല്ലോ. ഫൈൻ തിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ചോദിച്ചാൽ ഞാൻ ചോദിക്കേണ്ടയില്ലല്ലോ. ചോദിക്കേണ്ടയില്ലല്ലോ, അതിനല്ലേ കുടുങ്ങിയത്. ചോദിക്കണ്ടാത്ത ചോദിച്ചിട്ടല്ലേ കുടുങ്ങിയത്. ചോദിക്കണ്ടാത്ത ചോദിച്ചിട്ട് കുടുങ്ങിയ ഇപ്പൊ കൈവച്ചിട്ട് കാര്യമുണ്ടോ? ഇനി ആഹാരത്തുനിന്ന് കുടുങ്ങുന്നതിന് മുമ്പ് മടങ്ങിക്കോ. ഇനി മൂപ്പർക്ക് എന്നെ മനസ്സിലുണ്ടല്ലോ ഞാൻ ചോദിച്ചത് ഫൈൻ തിബിനലക്കും എന്നാണ്. അതുകൊണ്ട് മൂപ്പർ എന്നെ പറയാണ് ഞാൻ ഫൈൻ തിബിനലക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണോ? അങ്ങനെയാ, അത് കേട്ടോളി. തിബിനലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? തിബിനലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തന്നെ അതിന്റെ അർത്ഥം എന്താ എന്നോടാ ചോദിക്കുന്നത്? ഫൈൻ തിബിനലക്കും എന്ന ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം തന്നെ. പിന്നെ വേറെ ഒന്നാ എന്നിട്ട് മൂപ്പർ പറയാം ഫൈൻ തിബനലക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഫൈൻ തിബനലക്കും മിൻസെയ്യിൻ ഫകുലു അനിയം മരിയാന്നുണ്ടോന്നാണ്. അങ്ങനെ മൗലവി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോ പറഞ്ഞ് വിശ്വസിച്ചാൽ ശിർക്കല്ലേ? നിങ്ങളെ മനസ്സിലെന്താ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ശിർക്കാവൂലേ? അയാൾ അങ്ങനെ ചോദിച്ചാൽ അർത്ഥം ഉണ്ടാകുന്നു. എന്നോട് ഇങ്ങോട്ടാ ചോദിക്കുന്നത്. നിങ്ങൾ എന്തോ അർത്ഥം വെച്ചെന്തോ പറയില്ല. അതുകൊണ്ട് തന്നെ അല്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തും ബാറ്റിലാക്കിയാ വന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇപ്പോഴാ സംശയിക്കുന്നത് ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്, അന്ന് എന്തെങ്കിലും ബാറ്റിലുള്ളത് എന്നാ മനസ്സിലാക്കുക. ഇനി കേട്ടോളി. ഇനി ഇയാൾ പറയുന്നത് ഇയാള് ഇത് ന്യായീകരിക്കാൻ വന്നിട്ട് കൊടുക്കാണ്. ഇടയ്ക്ക് ഇയാൾ പറയാണ് ഉരുണ്ട് മറിയുന്നത് ശരിയല്ല. അത് ഇയാൾ കുടുങ്ങിയിട്ട് ഉരുണ്ട് മറിയുന്ന കൂട്ടത്തില് ഇയാൾ എന്നെ പറയാറുണ്ട് ഉരുണ്ട് മറിയരുത്, ഈ തൊട്ട പൊടിയൊക്കെ തട്ടിയിട്ട് നീറ്റ് പോവാ വേണ്ടത്. അയാൾ എന്നെ പറയുന്ന അയാളെ പറ്റി കേട്ടോളി. വെറുതെന്തിനാ ഉരുണ്ട് മറിയുന്നത്? വീണാൽ ആയ പൊടി തട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് തിരുത്തി പോകലാ മാന്യത. പിന്നെയും ഇങ്ങനെ ഉരുണ്ട് മറിയരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ ഉരുണ്ട് മറിയരുത്. മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പറയാത്തൊരു വാചകം, ഓതാത്തൊരു വാചകം എന്റെ പേരിൽ കെട്ടിവെച്ചു. എന്താ കെട്ടിവെച്ചത്? അതെനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഫൈൻ തിബിനലക്കും മിൻസെയ്യിൻ ഫകുലുഹു അനിയം മരിആ എന്ന് ഞാൻ ഓതി എന്ന് പച്ചക്കള്ളം മൗലവി പറഞ്ഞു. അത് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കേൾപ്പിക്കുന്നത് അദ്ദേഹം അത് പറഞ്ഞിട്ട് പിന്നെ ഞാനത് നിഷേധിച്ചപ്പോ സദസ്സിനെ വിഡ്ഢികളാക്കുകയാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് കേൾപ്പിക്കുന്നത് അയാൾ എന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് ഫൈൻ തിബിനലക്കും മിൻസെയ്യിൻ ഫകുലുഹു അനിയം മരിആ എന്ന് പേരോട് ഓതി. പേരോടേന്ന് വിളിച്ചിട്ടാ പറയുന്നത് കേട്ടോളി. പേരോടെ
നിങ്ങൾ ഇവിടെ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്. പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്. ഇത് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഓതിയിട്ടില്ല, പച്ചക്കള്ളമാണ്. അങ്ങനെ ഞാൻ ഓതിയത് കേൾപ്പിച്ച് തന്നാൽ മൗലവിക്ക് മാലയിട്ട് തരും എന്ന് പറഞ്ഞു ഞാൻ. അതായത് ഇവിടുന്ന് കിട്ടിയൊരു മാല അങ്ങനെ ഓതിയെ കേൾപ്പിച്ചു തരണം. മാലയിട്ട് തരും എന്ന് അറിയാൻ ഞാൻ അയാൾ പറഞ്ഞ പോലെയല്ല, ഞാൻ മൂമിനാണ്, വാക്ക് പാലിക്കും. മാല എന്നിട്ടിരും. പക്ഷെ അത് കേൾപ്പിച്ചു തരണോ ഞാൻ അങ്ങനെ ഓതിയത്. എന്നാ വാസ്തവത്തിൽ ഉണ്ടായത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈൻ തിബിനലക്കും എന്ന് ഓതിയതിന് ശേഷം മിൻ ഷൈഇൻ എന്നാണോ എന്നൊരു ചോദ്യ ചോദിച്ചത്. അത് നിങ്ങൾക്ക് കാണാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ശേഷം ഫൈൻ തിബിനലക്കും എന്നോതി 2 പ്രാവശ്യം ഓതി അർത്ഥം പറഞ്ഞ് അതിന്റെ ശേഷം മിൻ ഷൈഇന്നാന്ന് ഉസ്താദിനോട് ചോദിച്ചു. ചോദിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു വല്ലതും സന്തോഷത്തോടെ തന്നാൽ എന്ന് മലയാളം പറഞ്ഞു. ആ മലയാളത്തിന് ശേഷം ഞാൻ തെളിവ് പറയാൻ വേണ്ടി പറഞ്ഞു ഫക്കുലുഹു ഹനിയം മരിആ, നിങ്ങൾ സന്തോഷത്തോടെ വാങ്ങി തിന്നോളൂ എന്നാ ഖുർആൻ പറയുന്നത്. അല്ലാതെ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിആ എന്നിങ്ങനെ ചേർത്തുകൊണ്ടൊരായത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ഓതിയിട്ടില്ല. പച്ചക്കള്ളമാണ്, കളവ് പറഞ്ഞു പഠിച്ച മൗലവിയാണ്. അത് ഞാൻ വ്യക്തമായി അവിടെ പറഞ്ഞു, ഇവിടെയും പറയുന്നു. ഇനി മൗലവി സദസ്സിനെ വിഡ്ഢിയാക്കുന്നത് നോക്കോളി. കാരണം സദസ്സിൽ മുജാഹിദീങ്ങളാണല്ലോ, തീരെ ചിന്തിക്കൂലല്ലോ. കളവ് പറയാ, സഹാബത്ത് കളവ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഓക്കെ, എന്നാ കളവ് നമ്മളും പറയാനാ, അങ്ങനെയാണല്ലോ. അപ്പൊ ആ സദസ്സിനെ വിഡ്ഢികളാക്കുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അയാൾ പറയാണ് പേരോട് നിഷേധിക്കുന്നു, ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല. എന്നാ പേരോട് ഓതുന്നത് കേട്ടോളൂ എന്ന് കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാം. ഫൈൻ തിബിനലക്കും എന്ന് ഞാൻ 2 പ്രാവശ്യം പറയുന്നു. അതിന്റെ ശേഷം മിൻ ഷൈഇന്നാണോ എന്ന് ഉസ്താദിനോട് ചോദിക്കുന്നു. ചോദിച്ചതിന് ശേഷം ഞാൻ മലയാളം പറയുന്നു. മലയാളത്തിന് ശേഷം ഫക്കുലൂഹു ഹനിയം മരിആ എന്ന് പറയുന്നു. ശരിക്കും ശ്രദ്ധിച്ചോളി അയാളുടെ പ്രസംഗം. നിങ്ങൾ ഓതിയത് ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ എന്നാണ്, ഫകുലൂഹു ഹനിയം മരിയാന്നാണ് നിങ്ങൾ ഓതിയത്. അപ്പൊ മൂപ്പര് എന്നോട് പറയണ എന്തെന്നറിയോ, ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യല്ലാന്നാ. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിആ എന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓതിയെന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. പച്ചക്കള്ളം പറഞ്ഞു. കണ്ടോ, പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ. ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല. എന്നാ കേട്ടോളൂ അദ്ദേഹം ഓതിയത്. ആറ്റിങ്കൽ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പര് അങ്ങനെ ഓതിയത് കേട്ടോളൂ. ഞാൻ പറയുന്നതല്ലോ, കേട്ടോളൂ ആ ഭാഗം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞാൽ ഫഇൻ തിബിനലക്കും, ഫഇൻ തിബിനലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബിനലക്കും മിൻ ഷൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരിആ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത ഇത് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഇപ്പോ ഓതിന്ന് മനസ്സിലായില്ലേ എന്നാ. ഓതിയിട്ടില്ല എന്നാ നമുക്ക് മനസ്സിലായത്. ഓതിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. ഫൈൻ തിബിനലക്കും എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ശേഷം മിൻ ഷൈഇന്നാണോ എന്ന് ഉസ്താദിനോട് ചോദിച്ചു. അതിനുശേഷം വല്ലതും സന്തോഷത്തോടെ തന്നാൽ എന്ന് മലയാളത്തിൽ വിശദീകരണം പറഞ്ഞു. അതിന്റെ ശേഷം ഫക്കുലുഹു ഹനിയം മരിആ എന്നുള്ളതിന് തെളിവും പറഞ്ഞു. ഇനി